വിജിൻ CPM നേതാവ് തുടരും. ശ്രീ വിജിൻ, ഇപ്പോൾ രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനം എന്താണ്? നേരത്തെ റോജി എം ജോൺ സംസാരിച്ചപ്പോഴും ശ്രീ കേണൽ ഡെന്നി സംസാരിച്ചപ്പോഴും ഈ പ്രഖ്യാപനങ്ങളെ അത്ര മുഖവിലേക്ക് എടുക്കുന്നില്ല, വിശ്വാസത്തിൽ എടുക്കുന്നില്ല. ഇത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്ന നിലയിലാണ് കാണുന്നത്. ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം 1 വർഷത്തോളം നീണ്ടുനിന്നാണ്. ഇപ്പോൾ ആശാവർക്കർമാർക്ക്, അംഗനവാടി ജീവനക്കാർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. അതേസമയം ക്ഷേമ പെൻഷൻ 2500 ആക്കും എന്ന LDF പ്രകടന പദ്ധതിയുടെ ഭാഗമായുള്ള വാഗ്ദാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ആ പ്രഖ്യാപനം ഈ ബജറ്റിൽ ഇടം പിടിക്കാതിരിക്കുന്നു. ഇത്തരം ആക്ഷേപങ്ങൾക്കുള്ള നിങ്ങളുടെ വിശദീകരണവും മറുപടിയും എന്താണ്? അല്ല, ഇവിടെ അങ്ങയുടെ ചോദ്യത്തിലേക്ക് മറുപടി വരുന്നതിന് മുന്നേ ഇവിടെ രണ്ടുപേർ പറഞ്ഞ ചില ഭാഗങ്ങൾ, അതിൽ ആത്മവിശ്വാസത്തെയൊന്നും ഞാൻ ഒരു മാധ്യമമുറിയിൽ വന്ന് മോശപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും അവരുടെ ആത്മവിശ്വാസം ഉണ്ടാവും. ഇതേ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് 2021 UDFിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് റോജി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ 2021 അവസാന ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും പങ്കുവച്ചത്. 2021 ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റിൻ്റെ പ്രഖ്യാപന സമയത്തും നിങ്ങൾ പറഞ്ഞു ഇതേ വാചകം തന്നെയാണ്. രണ്ടാം ഗവൺമെൻറ് വന്നു, ആ ബജറ്റിലെ എല്ലാ ഭാഗങ്ങളും നടപ്പിലാക്കി മുന്നോട്ട് പോയി. ബജറ്റിൽ ശ്രീ റോജി എന്നെക്കാൾ സീനിയറായ MLA ആണ്, അദ്ദേഹത്തിന് അറിയാം. ചില പദ്ധതികൾക്ക് ഹ്രസ്വകാലവും ദീർഘകാലവും ഉണ്ട്. ബജറ്റിൽ പ്രൊവിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എൻ്റെ മണ്ഡലത്തിലൊരു പ്രൊജക്റ്റ് അത് 1 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കാലത്ത് നടന്നിട്ടുള്ള ഒന്നാണോ? നടന്ന പ്രൊജക്റ്റുകൾ ഉണ്ടാകാം, അത് പൂർത്തീകരിക്കപ്പെടേണ്ടതും തുടങ്ങാൻ സമയമെടുക്കുന്ന പ്രൊജക്റ്റുകൾ ഉണ്ടാകാം. അത് എല്ലാ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഹ്രസ്വകാലവും ദീർഘകാലവുമായ പ്രൊജക്റ്റുകളുണ്ടാവും. അത് ബജറ്റിൽ അതിൻ്റെ കൃത്യമായ പ്രൊവിഷൻ വെച്ച് കഴിഞ്ഞാൽ അത് ക്ലെയിം തന്നെയാണ്, അത് പൂർത്തീകരിക്കപ്പെടേണ്ട പ്രൊജക്റ്റായി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ ആശാവർക്കർമാരുടെയും അംഗനവാടി ടീച്ചർമാരുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ സാക്ഷരതാ പ്രേരകന്മാരുടെയും നമ്മുടെ ഉച്ചഭക്ഷണ തയ്യാറാക്കുന്ന പ്രിയപ്പെട്ടവരുടെയൊക്കെ തുകയിൽ വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെയൊക്കെ ശ്രീ റോജിയെ പോലുള്ള ഒരു ജനപ്രതിനിധി ഇപ്പോഴും പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് പഴയ ജയിലിൻ്റെ കാര്യം അതൊക്കെ കേരളം ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞതാണ്. ജയിലിൻ്റെ കാര്യമായിട്ട് നിങ്ങൾ ഏതർത്ഥത്തിലാണ് താരതമ്യം ചെയ്യുന്നത്? നേരത്തെ കേരളം ചർച്ച ചെയ്തതല്ലേ, അത് എത്ര പോലെ ആളുകൾക്ക് കൊടുക്കുന്നു? സുപ്രീം കോടതിയുടെ തീരുമാനപ്രകാരമല്ലേ ഗവൺമെൻറ് ആ തീരുമാനം എടുക്കേണ്ടി വന്നത്. അതിൽ 30% വിക്ടിമിനാണ് എന്ന് നേരത്തെ പറഞ്ഞു, 50% കുടുംബത്തിനാണ്, അതിൽ 20% മാത്രമേ അവർക്ക് കിട്ടൂ. ഈ തുക സർക്കാരിൻ്റെ തുകയിൽ നിന്ന് എടുക്കുന്നതല്ല. ഈ ജയിലിൽ നിന്നുണ്ടാകുന്ന ജയിൽ തടവുകാരിൽ നേരത്തെ ചപ്പാത്തിയും ബിരിയാണിയും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന ആ തുകയിൽ നിന്ന് ലഭ്യമാകുന്ന പണം കൊണ്ട് സുപ്രീം കോടതിയുടെ തീരുമാനപ്രകാരം നൽകേണ്ടി വന്നതാണ്. നിങ്ങൾ വളരെ ലളിതമായി ഒരു ജനപ്രതിനിധി കൂടിയായ ശ്രീ റോജിയെ പോലുള്ള ഉത്തരവാദിത്ത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഏതെങ്കിലും ഒരു ചർച്ചക്കിടയിൽ കമ്പയർ ചെയ്ത് പോകേണ്ട ഒന്നല്ല. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു, ശ്രീ റോജി എം ജോണിനോട് ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്നു. ആശാ വർക്കർമാർക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം, നേരത്തെ 1000 കൂട്ടി, ഇപ്പോൾ 1000 കൂട്ടി, ഏറ്റവും കൂടുതൽ ഓണറേറിയം ഈ 2 വർധനവിന് മുന്നേ കൊടുത്തുകൊണ്ടിരുന്ന സംസ്ഥാനം കേരളമായിരുന്നില്ലേ? എന്തേ നിങ്ങൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരത്തിൽ കൊടുക്കാൻ തയ്യാറാകാത്തത്? അതെല്ലാം പോട്ടെ, എന്നാൽ സ്കീം വർക്കേഴ്സ് എന്ന് മാറ്റാത്തത് ആരാ? കേരളമാണോ? കേന്ദ്ര ഗവൺമെൻറ് അല്ലേ? അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ശക്തമായി പ്രതിഷേധിക്കാൻ നിങ്ങളുടെ MP മാർ തയ്യാറായിട്ടുണ്ടോ? ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. 2000 രൂപ പെൻഷൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഗവൺമെൻറ് 600-ൽ 18 മാസം നിങ്ങൾ കുടിശ്ശിക വെച്ച ചരിത്രമുണ്ട്. അത് കുടിശ്ശിക തീർത്തു കൊടുത്ത എമൗണ്ടും ഇതാ ഈ ബജറ്റിൽ കൃത്യമായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ആ കുടിശ്ശിക തീർത്തു കൊടുത്ത കോടികൾ നിങ്ങളുണ്ടാക്കിയ കുടിശ്ശിക? അത് ഘട്ടഘട്ടമായി വർദ്ധിപ്പിച്ച് 1600-ൽ എത്തിച്ചത് പിണറായി സർക്കാരാണ്. അത് 2000 ആക്കിയപ്പോൾ എന്താ നിങ്ങളുടെ നേതാക്കന്മാർ മാധ്യമങ്ങളോട് പറഞ്ഞത്? ഇത് അടുത്ത ഗവൺമെൻറ്റിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള തീരുമാനമാണ് ആണോ? അടുത്ത ഗവൺമെൻറ് ആര് എന്നുള്ള കേരളത്തെ ജനത തീരുമാനിക്കും. ഞങ്ങൾ നല്ല കോൺഫിഡൻസിൽ തന്നെയാണ്. അടുത്തത് ഞങ്ങൾ നടപ്പിലാക്കാനുള്ള ബജറ്റായി തന്നെയാണ് ഞങ്ങളിത് അവതരിപ്പിച്ചത്. അതോടൊപ്പം ഒറ്റ ഭാഗം, നിങ്ങൾ പറഞ്ഞ പെൻഷൻ കഴിഞ്ഞ നവംബർ മാസം മുതൽ 2000 രൂപ 62 ലക്ഷം പേരുടെ കൈകളിലേക്ക് എത്താൻ തുടങ്ങിയില്ലേ ഈ കേരളത്തിൽ? അപ്പോൾ നിങ്ങൾ എല്ലാ ഘട്ടത്തിലും ഈ മാമൂൽ എന്ന് പറയുന്നത് പോലെ ബജറ്റ് അവതരിപ്പിച്ചാൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കപ്പെട്ട ഈ ബജറ്റ് അടുത്ത LDF ഗവൺമെൻറ് ഈ കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് 2021 നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നു എന്നത് മാത്രമാണ് തത്വത്തിൽ നടപ്പിലാകാൻ വേണ്ടി പോകുന്നത്. ഇതും നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ പോകുന്ന ബജറ്റാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ് നന്നായിട്ട് അറിയാം. പറയുന്നത് നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റാണ്. നിങ്ങളിവിടെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിലെന്താ ചില ഭാഗങ്ങൾ നിങ്ങൾ പറയുന്നത് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ്.
ഞാൻ ഒരു ഭാഗം റോജിയോട് ചോദിക്കുകയാണ്, നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രം കേരളത്തോട് കാണിച്ച സാമ്പത്തിക അവഗണന പിണറായി ഗവൺമെൻറ്റിനോടല്ലല്ലോ, ഈ കേരളത്തിലെ ഓരോ മലയാളിയോടും കാണിച്ചതല്ലേ? ഓരോ മലയാളിയും, അത് കോൺഗ്രസും ഇനി BJPയും ലീഗും CPIM-ഉം ഇനി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരോ വിശ്വസിക്കാത്തവരോ ആരുമാകട്ടെ, ആ ജനങ്ങളുടെ നികുതി പണത്തിൽ നമുക്ക് ലഭിക്കേണ്ട വിഹിതം നൽകാതിരുന്നപ്പോൾ ഡൽഹിയിൽ ഉൾപ്പെടെ കേരളം പോയി. നിങ്ങൾ ഇടപെട്ടോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു MP ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദിച്ചോ? എന്നിട്ടും കേരളം എങ്ങനെയാണ് പിടിച്ചു നിന്നത്? ആ കേരളം പിടിച്ചു നിന്ന കണക്ക് വളരെ കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. ഇനി കടത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്ക്, കണക്ക് വെച്ചിട്ട് ബജറ്റിൽ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടോ, ഇതാ ധന ഉത്തരവാദിത്ത നിയമത്തിൻ്റെ പരിധി വിട്ടുകൊണ്ട് കടം വാങ്ങിക്കാൻ പറ്റില്ലെന്ന് റോജിക്കും അറിയാം. ഈ ചർച്ച കേൾക്കുന്ന ഓരോരുത്തർക്കും നന്നായിട്ടറിയാം നിയമം മനസ്സിലാക്കിയത്. ഓരോ 5 വർഷത്തിലും സഞ്ചിത കടം കേരളത്തിൻ്റെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ ഇരട്ടിയാവുന്ന സാഹചര്യമാണ്. മുൻ സർക്കാരിൻ്റെ തുടക്കത്തിലുള്ള കടത്തിര 1,57,370 കോടി. ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അത് 2,96,901 കോടി. 2024-25 കേരളത്തിൻ്റെ കടം 4,35,314 കോടിയാണ്. അത് 25-26 ബജറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന 4,88,910 കോടിയാണ്. നിങ്ങൾ പറയുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ എവിടെയാണ് എത്തേണ്ടത്? ഇരട്ടിയാകുന്ന സഞ്ചിത കടം നോക്കിയാൽ അത് എത്തിപ്പെടേണ്ടത് 5,93,802 കോടിയിലാണ്. അതായത് കേരളത്തിൽ ഈ ഗവൺമെൻറ് നടപ്പിലാക്കി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കടം കുറഞ്ഞു വരുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയാണ് നിങ്ങൾ കാണേണ്ടത്. അതോടൊപ്പം എന്താ കേരളം എങ്ങനെയാണ് സാമ്പത്തിക ഉപരോധത്തിൽ മറികടന്നത്? നികുതി വരുമാനവും നികുതിയേതര വരുമാനവും കേരളത്തിൽ വർദ്ധിപ്പിച്ചു ഈ ഗവൺമെൻറ്. സർക്കാരിൻ്റെ കണക്ക് നോക്ക്, തനത് നികുതി വരുമാനം കഴിഞ്ഞ വർഷ കാലയളവിൽ 1,27,747 കോടിയുടെ അധികമായി പിരിച്ചെടുക്കൽ നടത്തിയിട്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയത്. തനത് നികുതി വരുമാനവും തനത് നികുതിയേതര വരുമാനത്തിൽ 24,898 കോടി അധികമായി പിരിച്ചെടുത്തു. ഈ ഗവൺമെൻറ് ഇച്ഛാശക്തിയോടെ ഇടപെട്ടതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നികുതി വരുമാനവും നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ യഥാർത്ഥത്തിൽ കണക്ക് വെച്ച് നോക്കിയാൽ എത്തിച്ചേരേണ്ട കടത്തിൻ്റെ ആ വലിയ ശതമാനത്തിൽ പോലും എത്തിച്ചേരാതെ ഈ കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റാൻ ഇടപെടലുകൾ നടത്തിപ്പോയത്.